ഇനി പോകുന്നത് കൽപ്പറ്റയിലേക്കാണ്. കാളിദാസൻ ദേവദത്തം ന്യൂ ഫോം റെസ്റ്റോറന്റിലുണ്ട് തത്സമയം. കാളിദാസൻ പലയിടങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ മണ്ണെണ്ണ സ്റ്റൗവിലേക്ക്, വിറകടുപ്പിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സാഹചര്യം? ഒപ്പം വയനാട് ജില്ലയിൽ പൊതുവെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ നിലവിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിഭവങ്ങൾ വെട്ടിച്ചുരുക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും അടച്ചു പൂട്ടുക എന്നതിലേക്കൊക്കെ പോയിട്ടുണ്ടോ കാര്യങ്ങൾ? അനുജ, വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറ്റവും അധികം ഊന്നൽ നൽകുന്ന ജില്ലയാണ് വയനാട്. അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ ഇത്തരത്തിലുള്ള പാചകവാതക പ്രതിസന്ധി വലിയ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ ടൗണിലുള്ള ന്യൂ ഫോം റെസ്റ്റോറൻറ്റിലാണ്. വലിയ തിരക്കുള്ള റെസ്റ്റോറൻറ്റാണ്. ഏറ്റവും അധികം സഞ്ചാരികളടക്കം ഈ കൽപ്പറ്റ ടൗൺ വഴി പാസ് ചെയ്തു പോകുമ്പോൾ, അങ്ങനെ കടന്നു പോകുമ്പോൾ ഇവിടെയാണ്, ഈ ഒരു ഹോട്ടലിനെയൊക്കെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നിരവധി ഉപഭോക്താക്കൾ വരുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്. ഇവിടെയും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വലിയ രൂക്ഷമായി തന്നെ വരുന്നു എന്നുള്ളതും കൂടിയാണ്. നമ്മൾക്കൊപ്പം ന്യൂ ഫോമിന്റെ ഹോട്ടൽ ഉടമ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? ഈ പറയുന്ന ആ പ്രതിസന്ധി വലിയ രീതിയിലുണ്ട്. പ്രതിസന്ധി രൂക്ഷമാണ്. നിലവിലെ അവസ്ഥ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 2-3 ദിവസം മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൂടെ ഓടിക്കാനുള്ള ഗ്യാസ് ഇപ്പോൾ ഉള്ളൂ. ഞാനിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പലരെയും, രക്ഷയില്ല. അപ്പം ഈ പല 100 കിലോയിലധികം സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ നിർദ്ദേശമൊക്കെ വലിയ രീതിയിൽ കിട്ടുന്നില്ല. പറ്റുന്നുണ്ടോ ഇല്ലോ എന്നുള്ള വേറൊരു വശം. നമുക്ക് അതൊന്നും 100 കിലോ എന്ന് പറഞ്ഞാൽ കിട്ടാനില്ല, സാധനമില്ല. നമ്മൾ സ്റ്റോക്ക് ചെയ്യും. കാരണം അത്രയും ജീവനക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ നോമ്പ് സമയമാണ്. ഇപ്പോൾ പെരുന്നാളൊക്കെ അടുപ്പിച്ചുകൊണ്ട് പർച്ചേസിൻ്റെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് കട അടക്കാൻ തന്നെ ഇത്രയും ദിവസം നമുക്ക് തിരക്കൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ആളായി വന്ന് തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടച്ചിടുക തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് പ്രായോഗികമല്ല, ആകെ പെട്ടിട്ടുള്ളത്. മെനു അടക്കം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഏകദേശം ഈ ഗ്യാസ് ഉൽപ്പാദനം കൂടുതൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ കൂടുതൽ ചിലവ് വരുന്ന സാധനങ്ങൾ കുറച്ച് മാക്സിമം നമ്മൾ ചോറൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്. അതിലൊക്കെ ഒരുപാട് വിഭവങ്ങൾ വേണ്ടതാണ്. ഗ്യാസിൻ്റെ ചിലവ് ഒരുപാട് കൂടുതലുള്ളതാണ്. അതൊക്കെ നമ്മൾ കുറച്ച് പരമാവധി കട പൂട്ടിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഒരുപാട് ജീവനക്കാരടക്കമുള്ള ഒരു ഹോട്ടൽ കൂടിയാണ്. അവരുടെ ജോലി അടക്കം ബാധിക്കും. അതെ, ഈ റംസാൻ സമയത്ത് തുറന്നത് ഒന്ന് ഈ യാത്രക്കാരെ ബുദ്ധിമുട്ട്, രണ്ടാമത്തത് ജീവനക്കാരത്. ഇതുകൊണ്ടാണ് നമ്മൾ തുറക്കാൻ തന്നെ കാരണം. ഈ ഒരു അവസ്ഥേനകത്ത് പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും എന്നുള്ളൊരു പിടുത്തം കിട്ടില്ല. അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, ഇവരൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് വിടണമെങ്കിലൊക്കെ പ്രശ്നമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു 2-3 ദിവസം കൂടി പോകുള്ളൂ. അത്രേ ഉള്ളൂ. 2 ദിവസം കിട്ടിയാൽ ഭാഗ്യം. അതാണ്, കിട്ടിയാൽ ഭാഗ്യം. 2-3 ദിവസം കൂടി പോകാനുള്ള അത്ര തന്നെ ഒരു സ്റ്റോക്കേ ഇവിടെയുള്ളൂ. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തന്നെയാണ് വയനാട് ജില്ലയിലും തുടരുന്നത്. അതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ഹോട്ടൽ ഉടമകളെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ജീവനക്കാരെ കൂടി ബാധിക്കും. അവർക്ക് ശമ്പളം നൽകേണ്ടതുണ്ട്. അടച്ചുപൂട്ടിയാൽ അവരുടെ കാര്യം എങ്ങനെയാകും എന്നുള്ള ആശങ്ക ജീവനക്കാർക്ക് ആശങ്കയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ ആപ്പുകൾക്കൊക്കെ വലിയ ആശങ്കയാണ്. അതൊക്കെ നിർത്തിപ്പോകുമ്പോൾ ആ ജീവനക്കാർ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള ചോദ്യം വലിയ ആശങ്കയിലേക്ക് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.